കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭയ്ക്ക് ഒരു പാരമ്പര്യമുണ്ട്. ഈ അടുത്ത സമയത്ത് ഈ നിലയ്ക്കൽ ഭദ്രാസനത്തിലെ ഒരു അച്ഛൻ, ഫാദർ എന്തോ വാഴക്കുന്ന്, അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ ഈ ജനിച്ച് വളർന്നത് ഓർത്തഡോക്സ് സഭയിൽ, എനിക്കിന്ന് സഭ വിശ്വാസം, ഞാൻ ദൈവവിശ്വാസിയാണ്. മറ്റൊരച്ഛൻ BJP അവിടെ പോയിട്ട് മെമ്പർഷിപ്പ് മേടിച്ച് BJP കാരനാണ്. ഒരു ഈ പറയുന്ന വാഴക്കുന്നൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു വീഡിയോ കൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായിട്ട് വോട്ട് പിടിക്കുന്നു, പ്രസംഗിക്കുന്നു. അങ്ങനാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഈ കുപ്പായമൊക്കെ ഊരിയിട്ട് ഇതിനകത്ത് പുറത്തോട്ടങ്ങ് പോവും. ആർക്കാ പ്രശ്നം? ഒരു യാഥാർത്ഥ്യം നിങ്ങളോട് ചോദിക്കണം. ഓർത്തഡോക്സ് വിശ്വാസികളോടും ഈ സഭയുടെ സിനഡും ഒക്കെ വിളിച്ച് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ മാവിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പത്തനാപുരത്ത് പോയി കഴിഞ്ഞപ്പം ഒരു സമയത്ത് ആ സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ചിൽ, മൗണ്ട് ടാബോർ ചർച്ചിൽ ഏകദേശം 270 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതായത് അവിടെ കൂടി നടക്കുന്നവർ. ഇപ്പോഴത്തെ തമാശ അറിഞ്ഞു കഴിയുമ്പോൾ ആ വികാരി പീറ്റർ അംബാസിഡർ എന്നോട് പറഞ്ഞു, ഇപ്പം 60 പേര് പോലും ഇല്ല, 60 കുടുംബക്കാരില്ല. അതേപോലെ എത്രയോ പള്ളികളിൽ. അതായത് നിങ്ങൾ ഈ പറയുന്നതിൽ ദൈവവിശ്വാസത്തിനകത്ത് നിങ്ങളുടെ കൊള്ളരുതായ്മ കൊണ്ട് വിട്ടുപോയ ഒത്തിരി പേരുണ്ട്. നിങ്ങൾ ശവം വെച്ച് കിടന്ന് പള്ളി പിടിക്കാൻ വേണ്ടി കാണിച്ച അടിയുണ്ടല്ലോ, ഇതൊക്കെ ഈ വിശ്വാസികൾ കാണുന്നുണ്ട്. സഭയിലെ 3 അച്ഛന്മാർ, ഒരു സീനിയർ അച്ഛനും കൂടിയാണ്. കുംഭസാരം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭയിൽ എൻ്റെ ബന്ധുക്കളും ഞാൻ ഈ സൺഡേ സ്കൂളിലൊക്കെ പോയത്. അപ്പോൾ അതിനകത്തൊക്കെ പറയുന്നത് അത് സഭയുടെ ഒരു കൂദാശയാണ്. ഒരു ടീച്ചറെ അവരുടെ ആ കുംഭസാരത്തിൻ്റെ രഹസ്യം എടുത്തിട്ട് നിങ്ങൾ ലിറ്ററലി ആ സ്ത്രീയെ റേപ്പ് ചെയ്യുമായിരുന്നു, വാട്സപ്പിലിട്ട് സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട്. സഭ എന്ത് നടപടി എടുത്തത്? പല പരാതികൾ കൊടുത്തു. അവസാനം മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ പരാതി ഇതിനെതിരെ സഭയുടെ അധ്യക്ഷൻ ബാബാതിരുമി, അയാളെ അങ്ങനെ പറയാൻ പോലും എനിക്ക് പുച്ഛമാകുന്നു. എന്തോ ബാവ, ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്തോ തിരുമേനിയെ. ഇവരെയൊക്കെ കൈമുത്താൻ പോകുന്നത് നിങ്ങളെയാണ് സത്യം പറഞ്ഞാൽ വലിച്ചു വാരി അടിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മളൊന്നും ഇത്രയും ക്രിമിനലല്ല. ഇവരെ പറ്റി പഠിക്കുവാണെങ്കിൽ ഇവരുടെ അകത്തും പുറത്തും ക്രിമിനലാണ്. അല്ലെങ്കിൽ വാഴക്കുന്നും ഒരു ഭദ്രാസന മെത്രാവ് എടോ ഡാഷ് മോനെ, ഇതൊക്കെ എത്ര പേർക്ക് ഇത് കേൾക്കാൻ സാധിക്കും? ഒരു തിരുമേനി അമേരിക്കയിൽ സ്ത്രീ പീഡനം നടത്തി. അതേപോലെ എത്ര പേര് അവരൊക്കെ കുർബാന ചൊല്ലുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ ആൾക്കാർ ഇപ്പോൾ നിങ്ങളുടെ പള്ളി വന്ന് നിൽക്കുന്നവർ വെറും ഫൂളല്ല, വിഡ്ഢികളല്ല ഇവരൊന്നും. പിന്നെ എന്തിനാ ഈ ട്രഡീഷനും പാരമ്പര്യം നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാ സുപ്രീം കോടതിയിൽ പോയി പള്ളി പിടിക്കാൻ വേണ്ടി ഈ പ്രശ്നമുണ്ടാക്കി സഭക്കാരെ മുഴുവനും തെരുവിൽ കൊണ്ടുവന്ന? ആർക്കായി പള്ളി വേണ്ടത്? ഈ പള്ളിയിൽ പോകാൻ ആൾക്കാരാ എവിടെ ഉള്ളത്? എന്താണ് ഈ ആൾക്കാർ പലരും വിട്ടുപോകുന്നത് അറിയും. ഒന്ന്, ബേസിക്കലി ലോകം മാറുകയാണ്, ശരിക്കും ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി വലിയ ചർച്ചകളാണ് നടക്കുന്നത്. കാരണം നിങ്ങളിതിൻ്റെ ശരിക്കും കച്ചവടക്കാരാണെന്ന് എപ്പിസ്കോപ്പൽ സഭയിലുള്ള പലരും തെളിയിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പരസ്യമായിട്ട് പറയുമോ? അതായത് മാർക്കറ്റിൽ പോയി നമ്മളെല്ലാം പറയുന്ന സംഭവമുണ്ട്, വളരെ ക്രിമിനലായിട്ട് മാർക്കറ്റിൽ സംസാരിക്കുന്നതിനേക്കാളും കഷ്ടമായിട്ടാണ് ആ നിലയ്ക്കൽ ഭദ്രാസനത്തിലെ വാഴക്കുന്നൻ സംസാരിക്കുന്നത്. അതേപോലെ പല അച്ഛന്മാരും ഇതേപോലെ പലരും പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർക്ക് നിങ്ങളെ വിശ്വാസമൊന്നുമില്ല. നിങ്ങൾ ഈ കുപ്പായവും തൊപ്പിയും കോപ്പും ഒക്കെ ഇട്ട് നടക്കുന്നതേ ഉള്ളൂ. നിങ്ങളെ ബേസിക്കലി മനസ്സുകൊണ്ട് പലർക്കും ഭയമാണ്. എന്നോട് എത്രയോ സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്, ഇവർ കുമ്പസാരിക്കാൻ പോകാറേ ഇല്ല.
പിന്നെ ആളുകൾ ഇപ്പോഴും പള്ളി വരുന്നതിൻ്റെ കാര്യം നിങ്ങൾ ആദ്യം അങ്ങ് തലയിലിടുക. ഇത് പാരമ്പര്യമായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത് ഇവരുടെ മക്കളെയും അവരെയൊക്കെ കല്യാണം കഴിക്കണം, അതിന് പള്ളിയുമായിട്ട് ചേർന്ന് നിൽക്കണം. മൂന്നാമത് കുഴിച്ചിടണം, അത് മാമോദീസ്. ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആൾക്കാർക്ക് നിങ്ങളെപ്പോലുള്ള ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് വിശ്വാസം ഉണ്ടാകുന്നേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? അപ്പം ഇപ്പോഴത്തെ ബാവ എനിക്ക് തോന്നുന്ന അയാൾക്ക് അവിടെ ഇരിക്കാനേ യോഗ്യതയില്ല. അയാൾ ഈ ചർച്ചിൻ്റെ ഫൗണ്ടേഷൻ ഇളക്കുമെന്നാണ് തോന്നുന്നത്, ലിറ്ററലി. കാരണം ഒരു യോഗ്യതയില്ലാത്ത ഒരാളെ പിടിച്ച് ബാവയായിട്ടുണ്ടാക്കി. യോഗ്യതയുള്ളവനെ പിടിച്ചിരുത്ത് എത്രയോ പേരുണ്ട്. അല്ല, ക്രിമിനൽ മെൻറ്റാലിറ്റി ഉള്ളവരെ അല്ല ഇതേപോലെയുള്ള ഹോളിനെസ്. എന്നിട്ട് പറയുന്നത് എന്തോ പറയുന്നത് കൽപ്പന. എന്ത് മണ്ണാങ്കട്ടയ കൽപ്പന, എന്ത് മണ്ണാങ്കട്ടയ കൽപ്പന. നീയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ പുച്ഛവാദമെന്ന്. ഞാൻ ഈ പണ്ട് നിങ്ങളെയൊക്കെ വന്നും ആരാധിക്കുകയും കൈമത്തുകയും എനിക്ക് ലജ്ജ തോന്നുന്നു. ലജ്ജയാണ് തോന്നുന്നത്. ഇല്ലാത്ത പരിപാടി എന്തോ ഉള്ളത്. ഏറ്റവും വലിയ ക്രിമിനൽസായിട്ട് നിങ്ങൾ മാറുക. അതാണ് ഇതിനകത്തുള്ള ആകെ നമ്മൾ വിസിബിളായിട്ട് കാണേണ്ട ഒരു സംഭവം. ഇനി കാത്തലിക് സഭ എവിടെ പോകുന്നത്? തെക്ക് നിൽക്കണോ, പടിഞ്ഞാറ് നിൽക്കണോ, വടക്ക് നിൽക്കണോ? ഒരു മേജർ ആർച്ച് ബിഷപ്പിനെതിരെ ഈ പുസ്തകങ്ങളിലൊക്കെ എഴുതുന്ന ഒരു റൈറ്റർ തേവലക്കാട് എന്ന് പറഞ്ഞൊരു അച്ഛൻ കള്ളപ്പരാതി കൊടുക്കുന്നു, ഒപ്പിട്ട് കൊടുക്കുന്ന ആ അച്ഛനാണ് ഭയങ്കരമായിട്ട് ഇൻ്റലക്ച്വസ് പറയുന്ന ആ പരമതണ്ടി ചെവിക്കുറ്റിക്ക് അടി കൊടുക്കണം. അവനൊന്നും കുപ്പായം വരണം അവൻ്റെ നിന്നൊക്കെ. നിങ്ങൾ ഈ കിടന്ന് പ്രകടനം നടത്താനും ഇതൊക്കെ സഭയ്ക്കകത്ത് പറഞ്ഞു തീർക്കണം. നിങ്ങൾ ഞായറാഴ്ച പ്രീച്ചിങ് ഉണ്ടല്ലോ, സെർമൺസ്, നിങ്ങൾക്ക് നാണമുണ്ട് ഇത് പറയാൻ? ഈ പറയുന്ന മുമ്പിൽ വന്നിരിക്കുന്നവരോട് നിങ്ങൾ അങ്ങനെ ജീവിക്കണം, നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം, ഇതാണ് ദൈവിക ജീവിതം. നീയൊക്കെ എന്ത് ദൈവിക ജീവിതമാണ് ചെയ്യുന്നത്? ഇതൊക്കെ പറയുമ്പോഴും നല്ല രീതിയിലുള്ള പ്രീസ്റ്റും ബിഷപ്സും തിരുമേനിമാരും ഒക്കെ ഉണ്ട്. ഇത് ഒന്നടങ്കം അവരെ മുഴുവനും നാറ്റിക്കുകയാണ്. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ബേസിക്കലി കാരണം നിങ്ങൾ ഈ വിശ്വാസികൾ പള്ളിയിൽ വരുന്നവരെ പോലെ നിങ്ങൾക്ക് വിശ്വാസമില്ലാതായി. അതതിൻ്റെ കാരണം. ബേസിക് ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് അവർക്ക് വിശ്വാസമില്ലാതായി. പിന്നെ അവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന എപ്പിസ്കോപ്പൽ ചർച്ചയിൽ നിന്നും പള്ളികളിൽ നിന്നുമൊക്കെ ഈ ന്യൂ ജനറേഷൻ ചർച്ചയിൽ പോകുന്നതിൻ്റെ കാര്യം എന്ത്? അവർക്കൊരു ചെറിയ ഹോം ചർച്ച അങ്ങനെ മതി. അവരിപ്പോഴും ഈ കല്യാണം ഈ സംഭവം ആൾക്കാരിപ്പം ബോധേഡല്ല. പുതിയ ജനറേഷനിലെ 10 പിള്ളേരെ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് സർവേ എടുത്തു നോക്ക്, അതിൽ 9 പിള്ളേർ വരെ കല്യാണം വേണ്ട. അതിൻ്റെ കാര്യം എന്ത്? അതൊരു തോട്ട്സാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പള്ളിയിലും വരത്തില്ല, ആർക്കും ഒന്നും വേണ്ടാതാകും. അല്ല, ഈ ട്രഡീഷണൽ കൺവെൻഷണൽ രീതി മാറുക. നിങ്ങൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു സാധനമുണ്ട്. നിങ്ങളിപ്പോൾ ബൈബിളിനെ പറ്റി പറയുമ്പോൾ നിങ്ങളെക്കാളും ബൈബിൾ അറിയാവുന്ന വിശ്വാസികളുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കുർബാനക്രമം പറയുമ്പോൾ അതിനേക്കാളും വ്യക്തമായിട്ട് സ്റ്റഡി കാരണം ഡിജിറ്റൽ യുഗമാണ്. എന്തിനെപ്പറ്റി ചോദിച്ചാലും ഉത്തരം കൊടുക്കും. അതിനേക്കാളും നല്ല ഇതെല്ലാം പൂട്ടിയിടുക. എന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയമോ കൃഷിയോ വസ്തു കച്ചവടമോ ബ്രോക്കറൊക്കെ ആയിട്ട് നടക്കുക. എന്തിനാ ഈ കുപ്പായവും ഈ തൊപ്പി മണ്ണാങ്കട്ടയൊക്കെ വെച്ച് നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമുണ്ട്? ഇത് ഞാൻ പറയുന്നതിൻ്റെ കാര്യം കേരളത്തിൽ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്ത ഈ സഭകളാണ് ഇത് പക്കാ കച്ചവടം. അപ്പം ഈ ഇതിനേക്കാളും പോകുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ബെറ്റർ എവർ ക്ലോസ് ഇറ്റ് ഡൗൺ. ഇത് ക്രിമിനൽസിനെ വെച്ചൊക്കെ ഒരു പള്ളി നടത്തുക, അതിൻ്റെ ബിഷപ്പായിട്ട് ഒരു ഭൂലോക സെക്ഷൽ അസോൾട്ട് നടത്തുന്നയാൾ വരിക, അയാളെ ഭദ്രാസന ബിഷപ്പാക്കുക. ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എങ്ങോട്ടാണ് ഇത് പോകുന്നത്? എവിടെയാണ് ഈ മൂല്യം എന്ന് പറയുന്നത്? ഒരു ചോദ്യം, എവിടെയാണ് ക്രിസ്ത്യാനിറ്റി വാല്യൂ എന്ന് പറയുന്നത്? ഇതിനകത്ത് ഈ വാല്യൂ ഉണ്ട് എല്ലാ ലൈഫിലും. ഇപ്പം ഈ ക്രിസ്ത്യാനിറ്റി വാല്യൂ അതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനൊരു റിലീജിയസ് ബിലീവർ അല്ല, പക്ഷേ ഗോഡ് ബിലീവറാണ്. ആ ഗോഡ് എനിക്ക്
ഹിന്ദു ദൈവങ്ങളുമാകാം, ക്രിസ്ത്യൻ ദൈവങ്ങളുമാകാം, ഇസ്ലാമും ആകാം. എനിക്കതിൻ്റെ അത് പ്രശ്നമൊന്നുമില്ല. റീസൺ എന്ന് പറയുന്നത് എനിക്കൊരു കൺവിക്ഷനുണ്ട്. എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്കിത് പറയാൻ പറ്റില്ല, ഇത് ചെയ്താൽ തെറ്റാണ്, ഞാൻ അവനോട് കാണിക്കുന്ന ക്രൂരതയാണ്. ഇതൊരു ബോധം മനുഷ്യനുണ്ടായി. ആ ബോധമാണ് ബേസിക്കലി എല്ലാം നശിച്ചു കുളിപ്പിക്കുന്ന, നാറാണക്കല്ലാക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭയ്ക്കകത്തുണ്ടായി. ഈ പെന്തക്കോസ്റ്റ് സഭയും മോശമൊന്നുമല്ല. ദൈവത്തെ വിറ്റ് പണം മേടിക്കുന്ന രീതിയിലാണ് അവരും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം പുനർചിന്തനം ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾ ആർക്ക്, എന്തിനു വേണ്ടി, ഏത് രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്? കാരണം ലോകം നിങ്ങളെ നോക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന വിശ്വാസമൊന്നും ആർക്കൊന്നുമില്ല. ഇറ്റ്സ് എ ട്രൂത്ത്. നിങ്ങളൊരു 100 പേരെ എടുത്ത് നോക്ക്, 85 പേർക്ക് നിങ്ങളെ വിശ്വാസമില്ല. കാരണം നിങ്ങളിതാ കാണിക്കുന്നേ. അവർ ഏത് രീതിയിൽ അവരുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്, അച്ഛനെ നോക്കി പഠി. അത് MD സെമിനാരിൽ പഠിക്കാൻ എത്ര പേരെ കിട്ടും? അച്ഛന്മാരാൻ ആളെ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഈ കുപ്പായം ഇട്ട് ഈ തോന്നിവാസം കാണിക്കുന്നതിനേക്കാളും കുപ്പായമില്ലാതെ കാണിക്കാം. സോ സിമ്പിൾ. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങളെ എല്ലാം കൂടെ യേശുക്രിസ്തു മറ്റേ ചാട്ടവാർ എടുത്ത് പള്ളിയിൽ നിന്നെല്ലാം കൂടെ അടിച്ചോടിക്കുന്ന പോലെ നിന്നെയൊക്കെ നാട്ടുകാരെല്ലാം കൂടെ അടിച്ചോടിക്കും. ആ സ്ഥിതിയിലേക്കാണ് ഇത് പോകുന്നത്.